നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികളുണ്ട്. എന്നാൽ നമുക്ക് നല്ലൊരു മൾട്ടി ബാഗർ റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി കണ്ടെത്തണം. അപ്പോൾ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും ഏതായിരിക്കും ഇനി ഫ്യൂച്ചറിൽ വളരാൻ പോകുന്ന ഒരു സെക്ടർ. അങ്ങനെ ഒരു സെക്ടർ കണ്ടെത്തിയിട്ട് ആ സെക്ടറിനകത്ത് നന്നായിട്ട് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി കണ്ടെത്തിയിട്ട് ഒരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ട് ആ സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ എല്ലാ കമ്പനികളും എല്ലാ സ്റ്റോക്കുകളും നമുക്ക് മൾട്ടി ബാഗർ റിട്ടേൺസ് തരും? ഒരിക്കലുമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ബാങ്കിങ് സെക്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു EV സെക്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുപാട് ഒരു ലാർജ് ക്യാപ്പിൽ നിൽക്കുന്ന ഒരുപാട് നല്ല കമ്പനികളുണ്ട്. സോ അങ്ങനെ ഒരു കമ്പനിയിൽ ഇനി നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു 100%, 200% ഒക്കെ റിട്ടേൺസ് വേണമെന്ന് വിചാരിച്ചാൽ അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷെ നല്ലൊരു സ്മോൾ ക്യാപ് കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു മിഡ് ക്യാപ് കമ്പനിയിലോ നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു 100% അല്ലെങ്കിൽ ഒരു 200% ഒക്കെ റിട്ടേൺസ് നേടിയെടുക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു സെക്ടറിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് IDFC ഫസ്റ്റ് ബാങ്കിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ബാങ്കിങ് സെക്ടറിലുള്ള IDFC ഫസ്റ്റ് ബാങ്ക്. നിങ്ങൾ ചിലപ്പോൾ പലരും ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിരിക്കും. ഇനി ഇൻവെസ്റ്റഡ് ആണെങ്കിലും ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു സെക്ടർ, എങ്ങനെ നമുക്ക് ആ സെക്ടറിൽ ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്ക് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ IDFC ഫസ്റ്റ് ബാങ്ക് നമുക്കൊരു ഹൈ രീതിയിലുള്ള ഒരു ഹൈ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഹൈ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നല്ല രീതിയിലുള്ളൊരു പെർസെന്റേജ് ഓഫ് റിട്ടേൺസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സ്മോൾ ക്യാപ് കമ്പനിയോ മിഡ് ക്യാപ് കമ്പനിയോ നമ്മൾ ചൂസ് ചെയ്യണം. നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്കും എല്ലാ കമ്പനിയും നമുക്കൊരു 100%, 200% റിട്ടേൺസ് തരില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വളരുമ്പോൾ നമ്മുടെ രാജ്യത്തെ എക്കണോമി വളരുമ്പോൾ അതിന്റെ കൂടെ വളരാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് ബാങ്കിങ്. സോ ബാങ്കിങ് സെക്ടറിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം HDFC ബാങ്ക് ഉണ്ട്, കോട്ടക് ബാങ്ക് ഉണ്ട്, ICICI ബാങ്ക് ഉണ്ട്, ഒരുപാട് വലിയ വലിയ ലാർജ് ക്യാപ് കമ്പനീസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കമ്പനിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു 100%, 200% ഒക്കെ റിട്ടേൺസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതിനുള്ളൊരു പോസിബിലിറ്റീസ് വളരെ കുറവാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന IDFC ഫസ്റ്റ് ബാങ്ക് എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യണം, എന്താണ് അതിന്റെ ഒരു ഫണ്ടമെന്റൽ എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയതിനു ശേഷം നമുക്കതിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ IDFC ഫസ്റ്റ് ബാങ്ക് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഒരു കറന്റ് സ്റ്റേജ് എന്താണ്, ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ, എത്രത്തോളം ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഒരു സ്റ്റോക്കിന് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തെ ഒരു IDFC ഫസ്റ്റ് ബാങ്കിന്റെ നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. IDFC ഫസ്റ്റ് ബാങ്ക് നല്ല രീതിയിലുള്ള ഒരു 20-25% ഒരു കറക്ഷൻ തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 25% ഒരു ഡൗൺ തന്നിട്ടുണ്ട്, 25% ക്രാഷ് വന്നിട്ടുണ്ട്. സോ നമുക്കറിയാം ഓവറോൾ നിഫ്റ്റിയും നല്ല രീതിയിലുള്ള ഒരു വോളറ്റിലിറ്റി ഉള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ഇതുപോലെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് ആക്ഷൻ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 25% ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. അത് പല റീസൺസ് കൊണ്ടാണ് ഇപ്പൊ ഈ 25% കറക്ഷൻ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോ ഇലക്ഷന്റെ ഒക്കെ റിസൾട്ട് വരാൻ പോവാണ്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ നല്ല രീതിയിലുള്ള ക്രാഷ് സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു വോളറ്റിലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. കൂടാതെ തന്നെ നമുക്കറിയാം FIIs ഒക്കെ നല്ല രീതിയിൽ സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈയിടായിട്ട് കഴിഞ്ഞൊരു മന്തൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ FIIs ഒക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു റീസൺ ആണ് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റോക്ക് കറക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ കണ്ടെത്തിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇവിടുന്ന് ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് 76-77 റേഞ്ചിലാണ് ഇപ്പൊ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഇത് ചിലപ്പോൾ വീണ്ടും ഇനി ഒരു 5% അല്ലെങ്കിൽ ഒരു 6% ഒക്കെ ഇനിയും താഴേക്ക് പോകാം. അതൊന്നും നമ്മുടെ കയ്യിലല്ല.
ബട്ട് ഇപ്പോഴത്തെ ഈ സ്റ്റോക്ക്, ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ HDFC ബാങ്കിന്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 10,92,360 crore ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊരു 100%, 200% ഒന്നും റിട്ടേൺസ് തരൂല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി HDFC ബാങ്ക് എന്നൊക്കെ പറയുന്നത് ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്. ഇനിയിപ്പോ നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 54,130 കോടി ആണ് മാർക്കറ്റ് ക്യാപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊരു 100x അല്ലെങ്കിൽ ഒരു 100%, 200% ഒക്കെ ഇനിയും ഒരുപാട്, അതായത് ഒരു HDFC ബാങ്കിന്റെ ഒക്കെ ഒരു റേഞ്ചിലേക്ക് വളരാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബാങ്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. അപ്പൊ തീർച്ചയായിട്ടും IDFC ഫസ്റ്റ് ബാങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിന്റെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഒരു റേഷ്യോ, അതായത് ഒരു പ്രോഫിറ്റ് മാർജിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റവന്യൂ ഒക്കെ നോക്കാവുന്നതാണ്. ഇപ്പോ റവന്യൂ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 17,000, 22,000, 30,000 റവന്യൂ ഒക്കെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ട് റവന്യൂയിൽ. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിലും 701 മൈനസ് ആയിരുന്നു. പിന്നീട് ഇപ്പോൾ 2,075 കോടിയുടെ ഒരു ലോസ് ഉണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ബ്രാഞ്ചസ് അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ പേരിൽ അതൊക്കെ ഫ്യൂച്ചറിൽ കമ്പനിയുടെ ഒരു അസറ്റാണ്. സോ ആ ഒരു അസറ്റിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ബാങ്ക് വളരുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യം വളരുമ്പോൾ അതിന്റെ കൂടെ വളരുന്ന ഒരു എക്കണോമി വളരുമ്പോൾ അതിന്റെ കൂടെ വളരാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണല്ലോ ബാങ്ക്. അപ്പൊ ഒരുപാട് ബാങ്കുകളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് അവരുടെ ബ്രാഞ്ചസ് ആണ്. അവർ എത്രത്തോളം ബ്രാഞ്ചസുകൾ ഓപ്പൺ ചെയ്യുന്നു, എത്രത്തോളം ATMകൾ അവർ എല്ലാ സിറ്റിയിലും ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ബാങ്കിങ് ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സെക്ടറിന് വേണ്ടിയിട്ട്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ, ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കറന്റ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര പെർസെന്റേജ് അവർ 219 കോടി രൂപ അവരിപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ്. കറന്റ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതായത് ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പല രീതിയിലുള്ള പല രീതിയിലുള്ള ഒരു അസറ്റിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് 210 കോടിയുടെ ഒരു ഇത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിന്റെ ഒരു FISന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS നല്ല രീതിയിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കഴിഞ്ഞൊരു മാസമായിട്ടും 2 മാസമായിട്ട് FIS നല്ല രീതിയിൽ സെൽ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ഈ 23.65% ആയിരുന്നു. ലാസ്റ്റ് ഡിസംബറിൽ അത് 24.30% ആയിരുന്നു. അതേപോലെ DISന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് സ്ലൈറ്റ്ലി പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബാങ്കിന്റെ NPA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോൺ പ്രോഫിറ്റബിൾ അസറ്റ്. അതായത് നമ്മൾ ഏതൊരു ബാങ്ക് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിലും ആ ബാങ്കിന്റെ ഒരു ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് അതിന്റെ NPA എത്രത്തോളം ലോ ആണെന്നുള്ളതാണ്. കാരണം നമ്മൾ ബാങ്ക് കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടണമല്ലോ, അപ്പോഴാണല്ലോ ഒരു ബാങ്ക് വളരെയുള്ളൂ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ NPA ലോ ആയിരിക്കണം ഏത് ബാങ്കിന്റെ. ഇപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ NPA വളരെ ലോ ആണ്. അവർ കൊടുക്കുന്ന ലോണുകൾ എന്ന് പറയുന്നത് ഒരു 85% അവർ ലോൺ കൊടുക്കുന്നത് അസറ്റിന്റെ പുറത്തും അതേപോലെ ഗോൾഡിന്റെ ഒക്കെ പുറത്താണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിന്റെ പുറത്ത്, അതേപോലെ ഗോൾഡിന്റെ ഒക്കെ പുറത്ത്. അപ്പൊ ഇങ്ങനെ ലോൺ കൊടുക്കുന്ന ഒരു ബാങ്ക് ആകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരിച്ചു കിട്ടിയില്ലെങ്കിലും അവർക്ക് ഈ അസറ്റ് വെച്ചിട്ട് ബാങ്കിന്റെ ലോസ് കവർ ചെയ്യാൻ പറ്റും. അതാണ് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ അതിന്റെ ബാക്കി വരുന്ന ഒരു 15% മാത്രമാണ് അവരൊരു നോൺ സെക്യൂർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ലോൺ കൊടുക്കുന്നത്. എന്നാലും ഒരു പെർസെന്റേജ് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺസ്, അതായത് കൊടുത്ത ലോണുകളെല്ലാം നല്ല രീതിയിൽ ബാങ്കിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് അവർ നല്ല രീതിയിൽ എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഒരു ഭാഗമായിട്ട് ബാങ്ക് ഇപ്പൊ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നല്ല രീതിയിലുള്ള അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഇപ്പോഴുള്ള ഒരു പ്രോഫിറ്റിലുള്ള ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ കാസ റേഷ്യോ, അതായത്
കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ് അക്കൗണ്ടിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് അറൌണ്ട് 40-46% ഒക്കെ ഒരു ഗ്രോത്ത് ഇപ്പോൾ ഓൾറെഡി IDFC ഫസ്റ്റ് ബാങ്കിനുണ്ട്. അപ്പോൾ കാസ റേഷ്യോസ് എന്ന് പറയുന്നത് ഒരു 40-46% ഒക്കെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിനോമിനൽ ഗ്രോത്ത് ആണ്. അതേപോലെ തന്നെ ബാങ്കിന്റെ ഒരു ഓവറോൾ ഒരു ഡെപ്പോസിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 30% അല്ലെങ്കിൽ 40% അടുത്തൊക്കെ ഒരു ഡെപ്പോസിറ്റ് ഗ്രോത്ത് വരുന്നത്. അതായത് ഒരു FD ഇടുന്നതിന്റെ ഒരു ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുന്ന അതിന്റെ ഒരു ഗ്രോത്ത് ആണ് ഓവറോൾ ഡെപ്പോസിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 30-40% ഒരു ആനുവൽ ഗ്രോത്ത് വരുന്നുണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് ആൾസോ ഫിനോമിനൽ ഫോർ IDFC ഫസ്റ്റ് ബാങ്ക്. അപ്പൊ എല്ലാം കൊണ്ടും ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. ഫ്യൂച്ചറിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബാങ്കാണ്. ഇപ്പൊ ചെറിയ ക്രാഷ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ആ ബാങ്കിനെ മനസ്സിലാക്കിയിട്ട് ബാങ്കിനെ വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആ ബാങ്കിനെ പറ്റിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചെന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്മാച്ച് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ നേരെ പോയിട്ട് ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതല്ല. ഇതാണ് ഈ ഒരു ബാങ്ക് സെക്ടറിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാങ്കിങ് ഈ ഒരു സ്റ്റോക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതൊരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കുക എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നല്ലൊരു ഡിസിഷൻ എടുത്തിട്ട് നിങ്ങളുടെ എമൗണ്ടിന്റെ നല്ലൊരു പെർസെന്റേജ് നിങ്ങൾക്ക് IDFC ഫസ്റ്റ് ബാങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള നല്ല വീഡിയോസ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവാം. ഓക്കെ, ബൈ.